10ാം ക്ലാസ്സിലെ SCERT സോഷ്യൽ സയൻസ് പാഠഭാഗത്തു നിന്നുള്ള മറ്റൊരു മോക്ക് ടെസ്റ്റാണ് ഇന്ന്. കാറ്റിൻ്റെ ഉറവിടം തേടി. ചാപ്റ്റർ കാറ്റിൻ്റെ ഉറവിടം തേടി. ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാസ്കോ ഡ ഗാമ ഇന്ത്യയെ തേടി യാത്ര ആരംഭിച്ച തുറമുഖം ലിസ്ബൺ. വാസ്കോ ഡ ഗാമയ്ക്കൊപ്പം സംഘത്തിലുണ്ടായിരുന്നവർ 170 പേർ. മലിന്ദി തുറമുഖത്ത് നിന്ന് ഇന്ത്യയിൽ എത്താൻ വാസ്കോ ഡ ഗാമയെ സഹായിച്ചത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ. മലിന്ദി തുറമുഖത്തു നിന്ന് വാസ്കോ ഡ ഗാമ യാത്ര തിരിച്ചത് 1498 ഏപ്രിൽ 24-ന്. വാസ്കോ ഡ ഗാമ കോഴിക്കോട് കാപ്പാട് എത്തിയത് 1498 മെയ് 10-ന്. അപ്പോൾ വാസ്കോ ഡ ഗാമ യാത്ര ആരംഭിച്ചത് 1498 ഏപ്രിൽ 24-നും വാസ്കോ ഡ ഗാമ കോഴിക്കോട് കാപ്പാട് കപ്പലിറങ്ങിയത് 1498 മെയ് 20-നും. കാറ്റുകൾ ഉണ്ടാകാനുള്ള അടിസ്ഥാന കാരണം എന്താണ്? അന്തരീക്ഷ മർദ്ദത്തിലുണ്ടാകുന്ന വ്യതിയാനം. ഭൗമോപരിതലത്തിൽ വായു ചെലുത്തുന്ന ശരാശരി ഭാരം എത്രയാണ്? 1034 മില്ലിഗ്രാം പെർ ചതുരശ്ര സെൻറ്റിമീറ്റർ. അന്തരീക്ഷമർദ്ദം അളക്കുവാനുള്ള ഉപകരണം രസഭാരോമീറ്റർ. അന്തരീക്ഷമർദ്ദം രേഖപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന ഏകകങ്ങൾ മില്ലിബാർ, ഹെക്ടോപാസ്കൽ. ശരാശരി അന്തരീക്ഷമർദ്ദത്തിൽ സ്ഫടികക്കുഴലിലെ രസത്തിൻ്റെ നിരപ്പ് 76 സെൻറ്റിമീറ്റർ. വായുമർദ്ദത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഉയരം, താപം, ആർദ്രത. ഭൗമോപരിതലത്തിൽ വായു ചെലുത്തുന്ന ശരാശരി ഭാരം എത്രയാണ്? 1034 മില്ലിഗ്രാം പെർ ചതുരശ്ര സെൻറ്റിമീറ്റർ. ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷമർദ്ദത്തിന് എന്ത് സംഭവിക്കുന്നു? ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷമർദ്ദം കുറയുന്നു. ഏകദേശം 10 മീറ്റർ ഉയരത്തിന് എത്ര മില്ലിബാർ എന്ന തോതിലാണ് മർദ്ദം കുറയുന്നത്? ഏകദേശം 10 മീറ്റർ ഉയരത്തിന് 1 മില്ലിബാർ എന്ന തോതിലാണ് മർദ്ദം കുറയുന്നത്. ഉയർന്ന പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ ചെവി അടയുന്നതായി അനുഭവപ്പെടുന്നതിന് കാരണം ഉയർന്ന സ്ഥലങ്ങളിലെ വായുമർദ്ദത്തിലെ കുറവ്. ഉയരവും അന്തരീക്ഷമർദ്ദവും വിപരീത അനുപാതത്തിലാണ്. ഉയരവും അന്തരീക്ഷമർദ്ദവും വിപരീത അനുപാതത്തിലാണ്. താപം കൂടുമ്പോൾ അന്തരീക്ഷമർദ്ദം കുറയുന്നു. താപം കുറയുമ്പോൾ അന്തരീക്ഷമർദ്ദം കൂടുന്നു. തണുപ്പേറിയ പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ അന്തരീക്ഷമർദ്ദം കുറവായിരിക്കും. അപ്പോൾ ഉയരവും അന്തരീക്ഷമർദ്ദവും തമ്മിൽ വിപരീതാനുപാതത്തിലാണ്. താപവും അന്തരീക്ഷമർദ്ദവും തമ്മിൽ വിപരീതാനുപാതത്തിലാണ്. അടുത്തത് ആർദ്രതയും അന്തരീക്ഷമർദ്ദവും. അന്തരീക്ഷത്തിലെ വായുവിലെ ജലാംശത്തിൻ്റെ അളവാണ് ആർദ്രത. ജലം ബാഷ്പമാകുമ്പോൾ അത് അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നത് എന്തുകൊണ്ടാണ്? നീരാവിക്ക് വായുവിനേക്കാൾ ഭാരം കുറവായതുകൊണ്ട്. ആർദ്രതയും അന്തരീക്ഷമർദ്ദവും വിപരീതാനുപാതത്തിലാണ്. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു പ്രദേശത്ത് അന്തരീക്ഷമർദ്ദം കൂടുതലാണെങ്കിൽ അതിനെ എന്തു പറയാം? ഉച്ചമർദ്ദം. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു പ്രദേശത്ത് അന്തരീക്ഷമർദ്ദം കുറവാണെങ്കിൽ അതിനെ ന്യൂനമർദ്ദം എന്നും പറയാം. ഒരേ അന്തരീക്ഷമർദ്ദമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് സമമർദ്ദരേഖകൾ അഥവാ ഐസോബാർസ്. സമമർദ്ദരേഖകൾ അഥവാ ഐസോബാർസ്. സൗരോർജ ലഭ്യതയിലെ ഏറ്റക്കുറച്ചിലുകളും ഭൂമിയിലെ ഭ്രമണവുമാണ് വിവിധ മർദ്ദമേഖലകളുടെ രൂപീകരണത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ വിവിധ മർദ്ദമേഖലകൾ ഏതൊക്കെയാണ്? ആഗോള മർദ്ദമേഖലകളാണ് മധ്യരേഖ ന്യൂനമർദ്ദമേഖല, ഉപോഷ്ണ ഉച്ചമർദ്ദമേഖല, ഉപധ്രുവീയ ന്യൂനമർദ്ദമേഖല, ധ്രുവീയ ഉച്ചമർദ്ദമേഖല. ഈ വിവിധ ആഗോള മർദ്ദമേഖലകളുടെ രൂപീകരണത്തിന് കാരണം സൗരോർജ ലഭ്യതയിലെ ഏറ്റക്കുറച്ചിലുകളും ഭൂമിയുടെ ഭ്രമണവുമാണ്. സൗരോർജ ലഭ്യതയിലെ ഏറ്റക്കുറച്ചിലുകളും ഭൂമിയുടെ ഭ്രമണവും. മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ് 0 ഡിഗ്രി. ഉപോഷ്ണ ഉച്ചമർദ്ദമേഖല 30 ഡിഗ്രി വടക്കും 30 ഡിഗ്രി തെക്കും. ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല 60 ഡിഗ്രി വടക്കും 60 ഡിഗ്രി തെക്കും. ധ്രുവീയ ഉച്ചമർദ്ദ മേഖല 90 ഡിഗ്രി വടക്കും 90 ഡിഗ്രി തെക്കും.
വർഷം മുഴുവൻ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന മേഖല ഏതാണ്? മധ്യരേഖാ ന്യൂനമർദ്ദ മേഖല. വർഷം മുഴുവൻ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന മേഖലയാണ് മധ്യരേഖാ ന്യൂനമർദ്ദ മേഖല. ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന മേഖലയാണ് മധ്യരേഖാ ന്യൂനമർദ്ദ മേഖല. മധ്യരേഖയ്ക്ക് തെക്ക് 5 ഡിഗ്രി മുതൽ വടക്ക് 5 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന മേഖലയാണ് മധ്യരേഖാ ന്യൂനമർദ്ദ മേഖല. അപ്പോൾ മധ്യരേഖാ ന്യൂനമർദ്ദം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഭൂമധ്യരേഖയ്ക്ക് തെക്ക് 5 ഡിഗ്രി മുതൽ വടക്ക് 5 ഡിഗ്രി വരെ. കാറ്റുകളില്ലാത്ത മേഖല എന്ന അർത്ഥത്തിൽ നിർവാത മേഖല അഥവാ ഡോൾഡ്രം എന്നറിയപ്പെടുന്നത് ഏത് മേഖലയാണ്? മധ്യരേഖാ ന്യൂനമർദ്ദ മേഖലയാണ് നിർവാത മേഖല അഥവാ ഡോൾഡ്രം എന്നറിയപ്പെടുന്നത്. പണ്ട് പായ്ക്കപ്പലുകളിൽ സഞ്ചരിക്കുന്ന യാത്രികർ ഭയപ്പെട്ടിരുന്ന മേഖലയാണ് മധ്യരേഖാ ന്യൂനമർദ്ദ മേഖല. കുതിര അക്ഷാംശം അഥവാ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്നറിയപ്പെടുന്ന മേഖലയാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. ഏതാണ് ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ്? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. ഭൂമധ്യരേഖയ്ക്ക് ഉദ്ദേശം 60 ഡിഗ്രി ഉത്തരദക്ഷിണ അക്ഷാംശങ്ങളിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദ മേഖലയാണ് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല. വർഷം മുഴുവൻ കൊടും തണുപ്പ് അനുഭവപ്പെടുന്ന മേഖലയാണ് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലേക്കുള്ള വായുവിൻ്റെ തിരശ്ചീന ചലനം അറിയപ്പെടുന്നത് കാറ്റുകൾ. തെക്ക് ദിശയിൽ നിന്ന് വീശുന്ന കാറ്റുകൾ അറിയപ്പെടുന്നത് തെക്കൻ കാറ്റ്. കാറ്റിൻ്റെ വേഗവും ദിശയും ആശ്രയിച്ചിരിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? മർദ്ദചരിവ്, കൊറിയോലിസ് പ്രഭാവം, ഘർഷണം. ഇതിനു മുൻപ് നമ്മൾ പറഞ്ഞു വായുമർദ്ദത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ അതേതൊക്കെയാണ്? ഉയരം, താപം, ആർദ്രത. വായുമർദ്ദത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളാണ് ഉയരം, താപം, ആർദ്രത. കാറ്റിൻ്റെ വേഗവും ദിശയും ആശ്രയിച്ചിരിക്കുന്ന ഘടകങ്ങളാണ് മർദ്ദചരിവ്, കൊറിയോലിസ് പ്രഭാവം, ഘർഷണം. മർദ്ദചരിവ്, കൊറിയോലിസ് പ്രഭാവം, ഘർഷണം. ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ഭ്രമണം നിമിത്തം ഉത്തരാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് ഇടത്തോട്ടും വ്യതിചലനം ഉണ്ടാകുന്നത് കാരണമാകുന്ന ബലമാണ് കൊറിയോലിസ് ബലം. മധ്യരേഖാ പ്രദേശത്ത് നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കൊറിയോലിസ് ബലം വർദ്ധിക്കുന്നു. അപ്പോൾ മധ്യരേഖാ പ്രദേശത്ത് നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കൊറിയോലിസ് പ്രഭാവത്തിന് എന്ത് സംഭവിക്കുന്നു? കൊറിയോലിസ് ബലം വർദ്ധിക്കുന്നു. കൊറിയോലിസ് ബലത്തിൻ്റെ പ്രഭാവത്താൽ ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റുകൾ സഞ്ചാരദിശയ്ക്ക് വലതുവശത്തേക്കും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് ഇടതുവശത്തേക്കും വ്യതിചലിക്കുന്നത് പ്രതിപാദിക്കുന്ന നിയമമാണ്. വ്യതിചലിക്കുമെന്ന് പ്രതിപാദിക്കുന്ന നിയമമാണ് ഫെറൽ നിയമം. ഫെറൽ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് അഡ്മിറൽ ഫെറൽ. ആഗോള മർദ്ദമേഖലകൾക്കിടയിൽ രൂപപ്പെടുന്ന കാറ്റുകളാണ് ആഗോളവാദങ്ങൾ. വർഷം മുഴുവൻ ആഗോള മർദ്ദമേഖലകൾക്കിടയിൽ സ്ഥിരമായി വീശുന്ന കാറ്റുകളാണ് ആഗോളവാദങ്ങൾ. വിവിധ തരം ആഗോളവാദങ്ങൾ ഏതൊക്കെയാണ്? വാണിജ്യവാദങ്ങൾ, പശ്ചിമവാദങ്ങൾ, ധ്രുവീയവാദങ്ങൾ. വാണിജ്യവാദങ്ങൾ, പശ്ചിമവാദങ്ങൾ, ധ്രുവീയവാദങ്ങൾ. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും മധ്യരേഖാ ന്യൂനമർദ്ദ മേഖലയ്ക്ക് നിരന്തരമായി വീശുന്ന കാറ്റുകളാണ് വാണിജ്യവാദങ്ങൾ. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല എന്ന് വെച്ച് കഴിഞ്ഞാൽ 30 ഡിഗ്രി നോർത്ത് ആൻഡ് സൗത്ത്. ഇതിൽ നിന്നും മധ്യരേഖ 0 ഡിഗ്രിയിലേക്ക് വീശുന്ന കാറ്റാണ് ഉപോഷ്ണ. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റുകളാണ് അറിയപ്പെടുന്നതാണ് വാണിജ്യവാദങ്ങൾ. ഒരു അർദ്ധഗോളത്തിൽ നിന്നും വീശുന്ന വാണിജ്യവാദങ്ങൾ സംഗമിക്കുന്ന ഇരു അർദ്ധഗോളങ്ങളിൽ നിന്നും വീശുന്ന വാണിജ്യവാദങ്ങൾ സംഗമിക്കുന്ന മേഖലയാണ് ഇന്റർട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ. മധ്യരേഖാ ന്യൂനമർദ്ദ മേഖല ഇന്റർട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ. അന്തർ ഉഷ്ണമേഖലാ സംക്രമണ മേഖല എന്നറിയപ്പെടുന്നത് ഇന്റർട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് നിരന്തരം വീശുന്ന കാറ്റുകളാണ് പശ്ചിമവാദങ്ങൾ. അതായത് 30 ഡിഗ്രി വടക്കും 30 ഡിഗ്രി തെക്കും അവിടെ നിന്ന് 60 ഡിഗ്രി
ിലേക്ക് വീശുന്ന കാറ്റുകളാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. പശ്ചിമവാതങ്ങളുടെ ദിശ എങ്ങോട്ടാണ്? പശ്ചിമവാതങ്ങളുടെ ദിശ പടിഞ്ഞാട്ട്. ദക്ഷിണാർദ്ധഗോളത്തിൽ പശ്ചിമവാതങ്ങളുടെ ശക്തി ഉത്തരാർദ്ധഗോളത്തിനേക്കാൾ കൂടുതലായിരിക്കും. ദക്ഷിണാർദ്ധഗോളത്തിലെ 40 ഡിഗ്രി തെക്ക് അക്ഷാംശങ്ങളിൽ വിശാലമായ സമുദ്രങ്ങളിലൂടെ ആഞ്ഞുവീശുന്ന പശ്ചിമവാതങ്ങളാണ് റോറിംഗ് ഫോർട്ടീസ്. ദക്ഷിണാർദ്ധഗോളത്തിലെ 50 ഡിഗ്രി അക്ഷാംശങ്ങളിൽ വിശാലമായ സമുദ്രങ്ങളിലൂടെ ആഞ്ഞുവീശുന്ന പശ്ചിമവാതങ്ങളാണ് ഫ്യൂരിയസ് വിസ്റ്റീസ്. അപ്പോൾ പശ്ചിമവാതങ്ങൾ ഉത്തരാർദ്ധഗോളത്തിനേക്കാൾ കൂടുതൽ ശക്തി ദക്ഷിണാർദ്ധഗോളത്തിലാണെന്ന് പറഞ്ഞു. അതിൽ 40 ഡിഗ്രി തെക്ക് അക്ഷാംശങ്ങളിൽ വീശുന്ന കാറ്റുകളാണ് റോറിംഗ് ഫോർട്ടീസ്. 50 ഡിഗ്രി തെക്ക് അക്ഷാംശങ്ങളിൽ വീശുന്ന കാറ്റുകളാണ് ഫ്യൂരിയസ് ഫിഫ്റ്റീസ്. ഇനി 60 ഡിഗ്രിയിൽ വിശാലമായ സമുദ്രങ്ങളിലൂടെ ആഞ്ഞുവീശുന്ന കാറ്റുകളാണ് സ്ട്രീക്കിംഗ് സിക്സ്റ്റീസ്. ധ്രുവങ്ങളിലെ മഞ്ഞുറഞ്ഞ മേഖലകളിൽ നിന്ന് ഉപോഷ്ണ മേഖലയെ ലക്ഷ്യമാക്കി വീശുന്ന ഹിമക്കാറ്റുകളാണ് ധ്രുവീയവാതങ്ങൾ. കിഴക്ക് നിന്ന് വീശുന്നതിനാൽ ധ്രുവീയ വാതങ്ങളെന്നാണ് അറിയപ്പെടുന്നത്. കിഴക്കുനിന്ന് വീശുന്നതിനാൽ ധ്രുവീയ വാതങ്ങൾ അറിയപ്പെടുന്നത് ധ്രുവീയ പൂർവ്വവാതങ്ങൾ എന്നാണ്. ധ്രുവീയ പൂർവ്വവാതങ്ങൾ. വടക്കേ അമേരിക്ക, വടക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ, റഷ്യ എന്നീ മേഖലകളിലെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന കാറ്റുകളാണ് ധ്രുവീയ പൂർവ്വവാതങ്ങൾ. ചില കാലങ്ങളിൽ മാത്രം ഉണ്ടാകുന്നതോ ചില പ്രദേശങ്ങളിൽ മാത്രം അനുഭവപ്പെടുന്നതോ ആയ കാറ്റുകളാണ് കാലികവാതങ്ങൾ. ഋതുക്കളിൽ ആവർത്തിക്കുന്ന കാറ്റുകൾക്ക് ഉദാഹരണമാണ് മൺസൂൺ കാറ്റുകൾ. മൺസൂൺ കാറ്റുകളുടെ ഗതിമാറ്റം ആദ്യമായി നിരീക്ഷിച്ച അറബി പണ്ഡിതനാണ് ഹിപ്പാലസ്. മൺസൂണിൻ്റെ രൂപം കൊള്ളിന് കാരണമാകുന്ന പിന്നിലുള്ള ഘടകങ്ങളാണ് സൂര്യൻ്റെ അയനം, കൊറിയോലിസ് പ്രഭാവം, തപനത്തിൻ്റെ വ്യത്യാസങ്ങൾ. സൂര്യൻ്റെ അയനം, കൊറിയോലിസ് പ്രഭാവം, തപനത്തിലെ വ്യത്യാസങ്ങൾ. കാലത്തിനൊത്ത് ദിശ മാറുന്ന മൺസൂൺ കാറ്റുകളുടെ കയ്യിൽ സന്ദേശം കൊടുത്തയക്കുന്നു എന്ന ഭാവത്തിൽ കാളിദാസൻ രചിച്ച കാവ്യമാണ് മേഘസന്ദേശം. കടൽ സാവധാനം ചൂടാവുകയും കര പെട്ടെന്ന് ചൂടാവുകയും പെട്ടെന്ന് തണുക്കുകയും ചെയ്യും. പകൽ സമയം കര പെട്ടെന്ന് ചൂടുപിടിക്കുന്നതിൻ്റെ ഫലമായി കരയോട് ചേർന്ന് കിടക്കുന്ന വായു ചൂടായി ഉയരുന്നു. അപ്പോൾ താരതമ്യേന തണുത്ത വായു കടലിനു മുകളിൽ നിന്ന് തീരത്തേക്ക് വീശുന്നു. ഈ ഇളം കാറ്റുകളാണ് കടൽക്കാറ്റ് എന്നറിയപ്പെടുന്നത്. കടൽ സാവധാനം ചൂടാകുകയും ലഭിക്കുന്ന ചൂട് ഏറെ നേരം നിലനിർത്തുകയും ചെയ്യും. രാത്രികാലങ്ങളിൽ കര കടലിനെ അപേക്ഷിച്ച് പെട്ടെന്ന് തണുക്കുന്നത് മൂലം കരയുടെ മുകളിൽ ഉച്ചമർദ്ദവും കടലിനു മുകളിൽ ന്യൂനമർദ്ദവും ആയിരിക്കും. ഇത് കരയിൽ നിന്ന് കടലിലേക്ക് കാറ്റ് വീറ്റുന്നതിനിടയാക്കും. ഇവയാണ് കരക്കാറ്റ്. അപ്പോൾ കടൽക്കാറ്റ് വീശുന്നത് പകൽ സമയത്തും കരക്കാറ്റ് വീശുന്നത് രാത്രി സമയത്തുമാണ്. പകൽ സമയത്ത് പർവ്വതമുകളിലെ വായു ചൂടുപിടിച്ച് ഉയരുന്നതിനാൽ താരതമ്യേന ചൂട് കുറഞ്ഞ താഴ്വരയിൽ നിന്നും മുകളിലേക്ക് പർവ്വതച്ചെരിവുകളിലൂടെ വീശുന്ന കാറ്റാണ് താഴ്വരക്കാറ്റ്. രാത്രികാലങ്ങളിൽ പർവ്വത പ്രദേശങ്ങളിലെ തണുപ്പ് മൂലം വായു തണുക്കുന്നു. തണുത്ത വായുവിന് ഭാരം കൂടുതലായതിനാൽ അത് താഴ്വാരത്തേക്ക് വീശുന്നു. ഇതാണ് പർവ്വതക്കാറ്റ്. അപ്പോൾ ഏതൊക്കെ കാറ്റുകൾ പഠിച്ചു? കടൽക്കാറ്റ്, കരക്കാറ്റ്, പർവ്വതക്കാറ്റ്, താഴ്വരക്കാറ്റ്. കരക്കാറ്റ് വീശുന്നത് രാത്രികാലങ്ങളിലും കടൽക്കാറ്റ് വീശുന്നത് പകൽ സമയത്തുമാണ്. താഴ്വരക്കാറ്റ് വീശുന്നത് പകൽ സമയത്തും പർവ്വതക്കാറ്റ് വീശുന്നത് രാത്രി സമയങ്ങളിലുമാണ്. താരതമ്യേന ചെറിയ പ്രദേശത്തു മാത്രമായി അനുഭവപ്പെടുന്ന കാറ്റുകളാണ് പ്രാദേശികവാദങ്ങൾ. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശികവാദങ്ങളാണ് ലൂ, മാംഗോഷവർ, കാൽബൈശാഖി എന്നിവ. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരിവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റ് ചിനൂക്ക്.
ശൈത്യത്തിൻ്റെ കാഠിന്യം കുറയ്ക്കുന്നതിനാൽ കനേഡിയൻ സമതലങ്ങളിലെ ഗോതമ്പ് കൃഷിക്ക് ഏറെ പ്രയോജനപ്രദമായ കാറ്റുകൾ ചിനൂക്ക്. ആൽപ്സ് പർവ്വതനിര കടന്ന് വടക്കൻ താഴ്വാരത്തേക്ക് വീശുന്ന കാറ്റ് ഫൺ. ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന പ്രാദേശികവാദം ഹർമാറ്റൻ. ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശികവാദം ഹർമാറ്റൻ. ആൽപ്സ് പർവ്വതനിരയിൽ നിന്നും റോൺ താഴ്വരയിലൂടെ മെഡിറ്ററേനിയൻ കടലിലേക്ക് വീശുന്ന മിശ്ര ശീതക്കാറ്റുകളാണ് മിസ്ട്രൽ. സ്പെയിനിൽ അനുഭവപ്പെടുന്ന വരണ്ട കാറ്റ് ലാവണ്ടെ. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റ് ലൂ. ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശികവാദം മാംഗോ ഷവേഴ്സ്. ചില പ്രത്യേക അന്തരീക്ഷാവസ്ഥകൾ രൂപം കൊള്ളുന്നതും തികച്ചും വ്യത്യസ്ത സ്വഭാവമുള്ള സവിശേഷതകളോടു കൂടിയതുമായ കാറ്റുകളാണ് അസ്ഥിരവാദങ്ങൾ. അസ്ഥിരവാദങ്ങൾക്ക് ഉദാഹരണമാണ് ചക്രവാതങ്ങളും പ്രതിചക്രവാതങ്ങളും. കൊറിയോലിസ് പ്രഭാവത്താൽ ഉത്തരാർദ്ധഗോളത്തിലെ ചക്രവാതങ്ങളിൽ കാറ്റ് വീശുന്നത് എതിർ ഘടികാരദിശയിലാണ്. കൊറിയോലിസ് പ്രഭാവത്താൽ ദക്ഷിണാർദ്ധഗോളത്തിലെ ചക്രവാതങ്ങളിൽ കാറ്റ് വീശുന്നത് ഘടികാരദിശയിലാണ്. രൂപപ്പെടുന്ന കാലാവസ്ഥാ മേഖലകളുടെ അടിസ്ഥാനത്തിൽ ചക്രവാതങ്ങളെ രണ്ടായി തിരിക്കാം: ഉഷ്ണമേഖലാ ചക്രവാതങ്ങളും മിതോഷ്ണമേഖലാ ചക്രവാതങ്ങളും. ഉഷ്ണമേഖലാ ചക്രവാതത്തിന് ഉദാഹരണമാണ് ഓഗി. ലക്ഷദ്വീപിലും കേരളത്തിലെ തീരപ്രദേശങ്ങളിലും ഓഗി ആഞ്ഞടിച്ചത് 2017 നവംബർ. ഉച്ചമർദ്ദ കേന്ദ്രങ്ങളിൽ നിന്നും ചുറ്റുമുള്ള ന്യൂനമർദ്ദ പ്രദേശങ്ങളിലേക്ക് ശക്തമായി കാറ്റ് ചുഴറ്റി വീഴ്ത്തുന്ന പ്രതിഭാസമാണ് പ്രതിചക്രവാതങ്ങൾ. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തെല്ലാം പഠിച്ചു? മർദ്ദമേഖലകൾ പഠിച്ചു. വിവിധതരം മർദ്ദമേഖലകൾ, ആഗോള മർദ്ദമേഖലകൾ. അതോടൊപ്പം തന്നെ ഉയരവും അന്തരീക്ഷമർദ്ദവും വിപരീതാനുപാതത്തിലാണ്. താപവും അന്തരീക്ഷമർദ്ദവും വിപരീതാനുപാതത്തിലാണ്. ആർദ്രതയും അന്തരീക്ഷമർദ്ദവും വിപരീതാനുപാതത്തിലാണ്. ആഗോള മർദ്ദമേഖലകളാണ് മധ്യരേഖാ ന്യൂനമർദ്ദമേഖല, ഉപോഷ്ണ ഉച്ചമർദ്ദമേഖല, ഉപധ്രുവീയ ന്യൂനമർദ്ദമേഖല, ധ്രുവീയ ഉച്ചമർദ്ദമേഖല. പിന്നെ എന്താണ് കാറ്റുകളില്ലാത്ത മേഖല എന്നറിയപ്പെടുന്നത്? നിർവാത മേഖല ഏതാണ്? മധ്യരേഖാ ന്യൂനമർദ്ദ മേഖലയാണ് നിർവാത മേഖല. കുതിരാക്ഷാംശം എന്നറിയപ്പെടുന്നത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയാണ് കുതിരാക്ഷാംശം. വർഷം മുഴുവൻ കൊടും തണുപ്പ് അനുഭവപ്പെടുന്ന മേഖലയാണ് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. പിന്നെന്താണ്? വിവിധതരം ആഗോളവാദങ്ങൾ പഠിച്ചു. ഏതൊക്കെയാണ്? വാണിജ്യവാദങ്ങൾ, പശ്ചിമവാദങ്ങൾ, ധ്രുവീയ പൂർവ്വവാദങ്ങൾ. വാണിജ്യവാദങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും മധ്യരേഖാ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റുകളാണ്. പശ്ചിമവാദങ്ങൾ എങ്ങനെയാണ്? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റുകളാണ്. പിന്നെ ഈ പശ്ചിമവാദങ്ങളിൽ തന്നെ റോറിംഗ് 40s, ഫ്യൂരിയസ് 50s, സ്ട്രീക്കിംഗ് 60s അങ്ങനെയും കാറ്റുകളുണ്ട്. ഇത് ദക്ഷിണാർദ്ധഗോളത്തിൽ അനുഭവപ്പെടുന്ന കാറ്റുകളാണ്. പിന്നെന്താണ്? ധ്രുവീയവാദങ്ങൾ പഠിച്ചു. കാലികവാദങ്ങൾ, പിന്നെ മൺസൂൺ കാറ്റുകൾ, കരക്കാറ്റും കടൽക്കാറ്റും, പർവ്വതക്കാറ്റും താഴ്വരക്കാറ്റും. കടൽക്കാറ്റ് എപ്പോഴാണ് വീശുന്നത്? പകൽ സമയത്താണ് കടൽക്കാറ്റ്. കരക്കാറ്റ് രാത്രി സമയത്തും, പർവ്വതക്കാറ്റ് രാത്രി സമയത്തും, താഴ്വരക്കാറ്റ് പകൽ സമയത്തുമാണ്. പിന്നെ പ്രാദേശികവാദങ്ങൾ ലൂ, മാംഗോ ഷവർ, കാൽബൈശാഖി, ഹർമാറ്റൻ, ലാവൻഡ, മിസ്ട്രൽ, ഫൊൻ, ചിനൂക്ക്. അതിനുശേഷം പഠിച്ചത് ചക്രവാതങ്ങളും പ്രതിചക്രവാതങ്ങളും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണിത്.